പഞ്ചാബിൽ മുൻകൂർ അനുമതിയില്ലാതെ മരം മുറിക്കുന്നത് ഹൈക്കോടതി വിലക്കി. പൊതുതാൽപര്യ ഹർജിയിലാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിലക്ക് കൊണ്ടുവന്നത്. പഞ്ചാബിൽ മുൻകൂർ അനുമതിയില്ലാതെ മരം മുറിക്കുന്നത് താൽക്കാലികമായി തടഞ്ഞ് ഹൈക്കോടതി വിധി. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു, ജസ്റ്റിസ് സഞ്ജീവ് ബറി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കിയത്. സംസ്ഥാനത്ത് പച്ചപ്പിന്റെ അളവ് കുറയുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിച്ചാണ് തീരുമാനം. മൊഹാലിയിലെ 251 മരങ്ങൾ മുറിക്കാനുള്ള നടപടികൾക്കെതിരെയാണ് ഹർജി നൽകിയത്. വിവിധ ക്രോസ് ജംഗ്ഷനുകളിൽ റൌണ്ട് അബൌട്ടുകൾ നിർമ്മിക്കുന്നതിനുൾപ്പെടെയാണ് ഈ മരങ്ങൾ മുറിക്കാൻ തീരുമാനിച്ചത്. മൊഹാലിയിലെ മരങ്ങൾ മുറിക്കാനുള്ള നടപടി സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ സംസ്ഥാനത്തെ ഒരു മരവും മുറിക്കരുതെന്ന് നിർദ്ദേശിച്ചു. വൻതോതിലുള്ള വനനശീകരണം, പഞ്ചാബിന്റെ ദുർബലമായ പരിസ്ഥിതി, ജൈവവൈവിധ്യം, കാലാവസ്ഥാ പ്രതിരോധശേഷി എന്നിവയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് ഹർജിക്കാരന്റെ അഭിഭാഷകൻ ഹാർലോ സിംഗ് രജ്പുത് ചൂണ്ടിക്കാട്ടി. 2001 4.8% ഉണ്ടായിരുന്ന വനവിസ്തൃതി 2023 3.67% കുറഞ്ഞെന്നും അദ്ദേഹം വാദിച്ചു. രാജസ്ഥാനിൽ ആകെ ഭൂമിശാസ്ത്ര വിസ്തൃതിയുടെ 4.8% പച്ചപ്പ് മാത്രമേ ഉള്ളൂവെന്നും പഞ്ചാബിലും ഹരിയാനയിലും അതിലും കുറവാണെന്നും കോടതി നിരീക്ഷിച്ചു. ഈ വസ്തുതകളുടെ എല്ലാം അടിസ്ഥാനത്തിലായിരുന്നു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. പരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ബോധവാന്മാരല്ലെന്ന് ജസ്റ്റിസ് ഷീൽ നാഗു അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. മരമുറിക്കൽ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിനെപ്പറ്റി ബന്ധപ്പെട്ട അധികാരികളെ ഉടൻ അറിയിക്കണമെന്നും സർക്കാർ അഭിഭാഷകനോട് കോടതി നിർദ്ദേശിച്ചു. കേസ് ജനുവരി 19 വീണ്ടും പരിഗണിക്കും. ന്യൂസ് ഡെസ്ക് സിമലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.